തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭ്യുന്യ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി, ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് യോഹന്നാൻ മാർ പോളിക്കർപ്പസ് തിരുമേനി, നമുക്കിന്ന് ക്ലാസ് എടുക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ ഭദ്രാസനാധിപൻ സക്രിയാസ് മാർ അപ്രേം തിരുമേനി, പ്രിയ വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സ്നേഹിതരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ അന്തർദേശീയ സമ്മേളനത്തിൻ്റെ 3-ാം ദിവസം മറ്റ് 2 ദിവസങ്ങളിലും വളരെ ചിന്തോദ്ദീപകമായ ക്ലാസ്സുകളും ചർച്ചകളും ഒക്കെ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അഭ്യുന്യ തിരുമേനി ഇന്ന് യുവാക്കളും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന വിഷയമാണ് തിരുമേനിക്ക് നൽകിയിരിക്കുന്നത്. എങ്കിലും തിരുമേനിയുടെ ഒരു തിരുത്ത് ആവശ്യപ്പെടുകയാണ്. യുവജനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന് ആക്കണമേ എന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം യുവതികളും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇവിടെയുള്ളത്. 2005 മുതൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൽ യുവതികളും പങ്കാളികളാണ്. അതുകൊണ്ട് ഒരു ഇൻക്ലൂസിവിറ്റിയുമായിട്ട് യുവജനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന് ആക്കണമേ എന്ന് സ്റ്റുഡൻസിനോട് ആവശ്യപ്പെടുകയാണ്. മാർത്തോമൻ പൈതൃകവും സാമൂഹിക പ്രതിബദ്ധതയും, എന്തിനാണ് നാം ഈ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പ്രസക്തി? ഈ ദിവസങ്ങളിൽ ഈ ചർച്ചകളിലും ക്ലാസ്സുകളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യം എന്താണ്, നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മുടെ ആചാരം എന്താണ്, നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്താണെന്ന് നാം മനസ്സിലാക്കുകയാണ്. എന്താണ് നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത്? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് സാക്ഷിച്ച ആ പ്രാർത്ഥനാ മന്ത്രത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ഒരു തലമുറയിൽപ്പെട്ട അനന്തര അവകാശികളാണ് നാം. മലങ്കര നസ്രാണികൾ നേര് പ്രവർത്തിച്ച നസ്രാണികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട കണ്ണികളാണ് നാം. ആ പാരമ്പര്യം തുടർന്നു കൊണ്ടുപോകാൻ ഇളം തലമുറയെ അത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ പൈതൃക പഠനം ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പൈതൃകത്തോടൊപ്പം മുൻകാലത്ത് നമ്മുടെ പൈതൃകം പരിശോധിക്കുകയാണെങ്കിൽ, മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ നമ്മുടെ സഭയുടെ പൈതൃകം പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം സാമൂഹ്യ പ്രതിബദ്ധത വളരെ സ്പഷ്ടമാണ്. ഏത് മേഖലയിൽ എടുത്താലും നമ്മുടെ പിതാക്കന്മാർ അനുഷ്ഠിച്ചു പോരുന്ന പ്രവർത്തന മേഖലകളെല്ലാം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് ഈ ഇളം തലമുറ ഒരിക്കലും മറക്കുവാൻ ഇടയാകരുത്. അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ, അത് വരുന്ന ജനറേഷൻ, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് ഈ ക്യാമ്പിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ഓരോ ഇടവകയും അത് ഏർപ്പെടുന്ന പ്രദേശത്തിന്റെ പ്രതിനിധിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിന്റെ ശക്തീകരണമാണ് ഇടവകയിൽ കൂടി ഉണ്ടാകേണ്ടത്. അത് യുവജനങ്ങളിൽ കൂടി, യുവജന പ്രസ്ഥാനത്തിൽ കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ മറ്റ് മതങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, ഒരു മതാതീതമായ ദർശനത്തോടു കൂടി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇൻക്ലൂസീവായിട്ട്, അവിടെ പാവപ്പെട്ടവരെന്നോ ധനികരെന്നോ വ്യത്യാസമില്ലാതെ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന അശരണരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രതിബദ്ധതയാണ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാണ് ക്രിസ്തു നമുക്ക് കാട്ടിത്തന്ന പ്രതിബദ്ധത എന്ന് പറയുന്നത്. അത് സ്ത്രീകളെയും, അത് കുഷ്ഠരോഗികളെയും, അത് അനാഥരെയും, അത് വിധവമാരെയും ഒക്കെ ഉൾക്കൊള്ളുന്ന, അവരെ ഒക്കെ മുഖ്യധാരയിലേക്ക് തന്റെ ശുശ്രൂഷയുടെ ഭാഗമാക്കി തീർത്ത് അവരോടൊപ്പം സഞ്ചരിക്കുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു. ആ ഒരു പ്രതിബദ്ധതയിൽ നിന്നുകൊണ്ട്, ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഈ സാമൂഹ്യ പ്രതിബദ്ധത നാം മനസ്സിലാക്കേണ്ടത്. അതിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ് ഇന്ന് ക്ലാസ് എടുക്കുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അഭ്യുന്യ സക്രിയാസ് മാർ അപ്രേം തിരുമേനി യുവാക്കളോട് ഏറ്റവും അധികം സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന തിരുമേനിയാണ്. കാരണം യുവത്വം കാത്തു സൂക്ഷിക്കുന്ന വെറും ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രാപ്പോലിത്തമാരിൽ ഒരാളാണ്. ഓർത്തഡോക്സ് സെമിനാരിയിൽ പ്രൊഫസറാണ്. സഭയുടെ എല്ലാ കാര്യങ്ങളും അതിൽ ഏറ്റവും സ്പഷ്ടമാണ്. അടൂർ കടമ്പനാട് ഭദ്രാസനം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാ ആത്മീയ മേഖലകളിലും മുൻപന്തിയിൽ എത്തുവാനായിട്ട് കഴിഞ്ഞു. അവിടുത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ ക്യാമ്പൊക്കെ വളരെ ഭംഗിയായി ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്നു. അതുപോലെ കുട്ടികൾക്കായാലും എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അഭ്യുന്യ തിരുമനസിനെ നമുക്ക് ലഭിച്ചത് തന്നെ വളരെ ഭാഗ്യമായി കരുതുന്നു. കാരണം വളരെയേറെ തിരക്കുള്ള ഒരു തിരുമേനിയാണ് അഭ്യുന്യ സക്രിയാസ് മാർ അപ്രേം തിരുമേനി. ഈ സമയം നമുക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് ലഭിച്ചത് വളരെ ഭാഗ്യമായി വീണ്ടും കരുതുകയാണ്. അത് ദൈവത്തിൽ എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് അഭ്യുന്യ തിരുമനസിനെ ക്ലാസ് എടുക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. നന്ദി.
അഭിവന്യ തോമസ് മാർ അഥാനാസ്യോസ് തിരുമേനി, ഈ ക്യാമ്പിൻ്റെ രക്ഷാധികാരി, മലങ്കര സഭയിലെ സീനിയർ മെത്രാപ്പോലിത്തായി, സർവോപരി ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ എന്നെ ഏറെ കരുതുകയും വാത്സല്യിക്കുകയും മെത്രാസന ഭരണം എങ്ങനെ അടുക്കുചിട്ടിയോടും കൂടി കൊണ്ടുപോകാം എന്ന് പല സന്ദർഭങ്ങളിൽ വിളിച്ചു വരുത്തി അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു വരുന്ന ഒരു പിതാവാണ്. അഭിവന്യ പുള്ളിക്കാർത്തോസ് തിരുമേനി പരിശുദ്ധ സുന്നഹദോസ് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ച ശ്രേഷ്ഠനായ വ്യക്തിത്വമാണ്. സത്യത്തിൽ ഇനി തുറന്നു പറഞ്ഞാൽ തിരുമേനി എന്നോട് ദേഷ്യപ്പെടരുത്. സുന്നഹദോസിൽ അഭിവന്യ തിരുമേനിയുടെ പേര് പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചെറിയ ചിന്തയുണ്ടായി. ആ ബാച്ചിലെ ജൂനിയർ തിരുമേനിയാരെങ്കിലും ആയിരുന്നില്ലേ കുറെ കൂടി നല്ലതെന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 1-2 ക്യാമ്പുകളിലൂടെ എത്രമാത്രം യുവാക്കളോട്, യുവതികളോട്, അല്ലെങ്കിൽ മലങ്കര സഭയുടെ യുവ രക്തത്തോട് വളരെയേറെ സംവാദിക്കുവാനായിട്ട് കഴിയുകയും ശ്രദ്ധേയമായ നിലയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ശക്തിയും സംഘടനാ പാഠവും ഒക്കെ കണ്ടപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ട് ഇപ്പോൾ ഇതിനെ നയിക്കുവാൻ കെൽപ്പുള്ള വ്യക്തി അദ്ദേഹം തന്നെയാണെന്ന് പറയുവാൻ ഏറെയേറെ കൂടാതെ എൻ്റെ വൈദിക സഹോദരങ്ങൾ, വിവിധ മെത്രാസനങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ ശക്തി സ്രോതസ്സുകളായിരിക്കുന്ന പ്രതിനിധികൾ, എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഞാൻ അധികം നേരം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. 12:15 മണിക്ക്, അതായത് 45 മിനിറ്റുകൾ കൊണ്ട് ചില ചിന്തകൾ പറയുവാനായിട്ടാണ്, പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിലാദ്യം 2 കവിതാ ശലകങ്ങളും പിന്നീട് ഒരു വേദവാക്യം ആമുഖവാക്കുകളായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. കവിതാശലകങ്ങളിൽ ആദ്യത്തേത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്നുള്ളതാണ്. കവിതയായിട്ട് ഞാനിവിടെ ചൊല്ലുന്നില്ല. അതിങ്ങനെയാണ്: മണ്ണിൽ നിന്നുള്ള മോചനം വൃക്ഷത്തിന് സ്വാതന്ത്ര്യം അല്ല. ഇമാൻസിപ്പേഷൻ ഫ്രം ദ സോയിൽ ഈസ് നോട്ട് ഫ്രീഡം ഫോർ എ ട്രീ. മണ്ണിൽ നിന്നുള്ള മോചനം വൃക്ഷത്തിന് സ്വാതന്ത്ര്യം അല്ല. ടാഗോറിൻ്റെ വരികളാണ്. രണ്ടാമത്തേത് പേര് നിശ്ചയമില്ലാത്ത ഒരു സുറിയാനി കവിയുടേതാണ്. ആ കവിത ആരാധനയിൽ ഉപയോഗിക്കുന്നുണ്ട്. ശിവ നമസ്കാരത്തിലെ രാത്രി പ്രാർത്ഥനയുടെ 4ാം കർമ്മ കഴിഞ്ഞുള്ള കോലോയുടെ 2ാം സ്റ്റാൻസായുടെ 2-3 വരികളായിട്ട് അതിങ്ങനെയാണ്: ഏതനിൽ നട്ട മനോഹരമാം തരുവല്ലോ നീ, തരുവിൻ വേരുകൾ ഈ ധരയിൽ, തല സ്വർഗത്തിൽ. ഇതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിച്ച 2 കവിതാഭാഗങ്ങൾ. ഒന്ന് ടാഗോറിൻ്റേത്, രണ്ടാമത്തേത് സുറിയാനി ഭക്തകവിയായ ഒരു വിശുദ്ധൻ്റേത്. അത് വീണ്ടും ഒരിക്കൽ കൂടെ പാടുകയാണ്: ഏതനിൽ നട്ട മനോഹരമാ തരുവല്ലോ നീ, തരുവിൻ വേരുകൾ ഈ ധരയിൽ, തല സ്വർഗത്തിൽ. ഇനി ഞാനൊരു വേദവാക്യം വായിക്കുന്നു. അത് നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട്, രാജാവേ അങ്ങ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? നെഹമ്യാവ് 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീവന്ത് നശിച്ചും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എന്ത്? ഈ വർഷത്തെ
അന്തർദേശീയ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ ചിന്താവിഷയം പൈതൃകവും പ്രതിബദ്ധതയും. പൈതൃകം ഏതാണ്? മാർത്തോമൻ പൈതൃകം, പ്രതിബദ്ധതയും എന്നുള്ളതാണ്. വളരെ ശ്രദ്ധേയമായ ഒരു തീമായിട്ട് ഞാനിതിനെ കാണുകയാണ്. പൈതൃകത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാട്ടുവാനായിട്ടാണ് ഈ വേദഭാഗവും 2 കവിതാ ശതകങ്ങളും ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. നെഹമ്യാവ് എന്ന വാക്കിന് യഹോവ ആശ്വസിപ്പിച്ചു എന്നാണ് അർത്ഥം. ഏതാണ്ട് BC 5-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് പേർഷ്യയിൽ ജീവിച്ചിരുന്ന ഒരു യുവാവ്, ഭക്തനായ ഒരു യഹൂദ യുവാവ്. അദ്ദേഹത്തിൻ്റെ പേരാണ് നെഹമ്യാവ്. പേർഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കഴിയുന്ന ഒരു യഹൂദൻ. അതിൻ്റെ കാരണം നെബൂഖദ്നേസർ രാജാവ് ഏതാണ്ട് BC 587 യെരുശലേം കൊള്ളയിട്ട് അതിലെ കഴിവുള്ള യഹൂദരെയൊക്കെ തടവുകാരായിട്ട് കൊണ്ടുപോയ സന്ദർഭത്തിൽ കൊണ്ടുപോകപ്പെട്ട വ്യക്തികളുടെ പിൻതലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറയിലെ ഒരു വ്യക്തിയായിട്ട് ജനിച്ചയാളാണ് നെഹമ്യാവ്. യഹോവ ആശ്വസിപ്പിച്ചു എന്നാണ് ആ പദത്തിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ. ഈ ശൂഷൻ രാജധാനിയിൽ, പേർഷ്യൻ രാജധാനിയിൽ അർത്ഥശ്രഷ്ട എന്ന രാജാവിൻ്റെ വളരെ വിശ്വസ്ത സേവകനായിട്ട് അദ്ദേഹം ജോലി ചെയ്തു വരികയാണ്. രാജകൊട്ടാരമായതുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. കൂടാതെ രാജാവിന് ഇദ്ദേഹത്തോട് പ്രത്യേകിച്ചൊരു വാത്സല്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേക ചില ആനുകൂല്യങ്ങളൊക്കെ ഈ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യെരുശലേമിൽ നിന്ന് 2-3 ആളുകൾ ഇദ്ദേഹത്തെ കാണുവാനായിട്ട് അവിടെ വന്നു. അവരെ കണ്ട ഉടനെ വലിയ ഉത്സാഹത്തോടെ അദ്ദേഹം ചോദിച്ചു, എന്താണ് യെരുശലേമിൻ്റെ സ്ഥിതി? അവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് കഴിയുന്നത്? 1-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഉടനെ വന്ന ഈ യെരുശലേമിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞു, യജമാനനെ, അവിടെ ആ സംസ്ഥാനം നശിച്ചു കിടക്കുകയാണ്. അതിൻ്റെ മതിലുകളെല്ലാം ഇടിഞ്ഞു പോയി, അതിൻ്റെ വാതിലുകളെല്ലാം തീ കത്ത് നശിച്ചു. അവിടെയുള്ള ശേഷിപ്പ് മഹാ കഷ്ടത്തിൽ കഴിയുകയാണ്. അതായത് യെരുശലേമിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് ഈ നെഹമ്യാവിൻ്റെ അടുക്കൽ അവിടെ നിന്ന് വന്ന ആളുകൾ യഥാർത്ഥ സ്ഥിതി ഇങ്ങനെ വരച്ചു കാണിക്കുകയാണ്. വളരെ ദുഃഖകരമായിട്ടുള്ള, നിന്ദാകരമായിട്ടുള്ള ഒരവസ്ഥ യെരുശലേമിന് ഉണ്ടായിരിക്കുകയാണ്. ഇത് കേട്ടു വളരെയേറെ ഈ മനുഷ്യൻ നിലവിളിച്ച് കരഞ്ഞു. അതൊക്കെ ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾ നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളായിട്ടൊക്കെ ചെലവഴിച്ചു. അതിൻ്റെ ഒടുവിൽ അദ്ദേഹം രാജധാനിയിൽ തൻ്റെ ശുശ്രൂഷ എന്താ അത്? രാജാവ് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വീഞ്ഞെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം മഹാരാജാവിന് ഈ പാനപാത്രവാഹകനായിരിക്കുന്ന നെഹമ്യാവ് വീഞ്ഞെടുത്ത് കൊടുത്തു. മുഖം വല്ലാതെ വാടിയിരിക്കുകയാണ്. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വേദനയാണ്. ഈ മുഖത്തെ ദുഃഖം കണ്ടിട്ട് രാജാവ് ചോദിച്ചു ഇദ്ദേഹത്തോട്, നെഹമ്യാവേ, നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? ഇത് മനോദുഃഖമല്ല, മറ്റൊന്നും തന്നെയല്ല. എന്താണ് അതിന് സംഭവിച്ചത്? ഈ ചോദ്യത്തിനാണ് ഈ മറുപടി അദ്ദേഹം കൊടുത്തത്. മഹാരാജാവേ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന പട്ടണം ശൂന്യമായി, അതിന്റെ മതിലുകൾ ഇടിഞ്ഞു, വാതിലുകൾ തീരുന്ന കിടക്കെ ഞാൻ എങ്ങനെയാണ് എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത്? പൈതൃകത്തെ കുറിച്ച് ഇത്രയധികം ആഴമായ അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള മറ്റൊരു വേദവാക്യം ഒരു പക്ഷേ കണ്ടെത്താനായിട്ട് പ്രയാസം ഉണ്ടായിരിക്കും. കൊട്ടാരത്തിലെ സൗകര്യങ്ങളെക്കാൾ കൂടുതൽ തന്റെ പൈതൃകത്തെ കുറിച്ച്, തന്റെ വേരുകളെ കുറിച്ച്, തന്റെ മണ്ണിനെ കുറിച്ച്, തന്റെ ജനത്തെ കുറിച്ചുള്ള എരിവ് അത് വല്ലാതെ പിടിപിടിക്കുകയാണ് യൗവനക്കാരനായ ഈ നെഹമ്യാവിനെ. അതുകൊണ്ട് പറയുകയാണ്, യഹോവയുടെ ആലയം സ്ഥിതി ചെയ്യുന്ന പട്ടണം എന്നല്ലേ യെരുശലേം പദത്തിന്റെ അർത്ഥം?
സമാധാന നഗരം, സിറ്റി ഓഫ് പീസ് എന്നാണ്. പക്ഷേ യഹോവയുടെ ആലയം ചെയ്യുന്ന ഈ സമാധാന നഗരം അത് നശിക്കുമെന്നല്ല അദ്ദേഹത്തിന്റെ കൺസേൺ. അദ്ദേഹത്തിന്റെ കൺസേൺ എന്താണ്? എന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ പൈതൃകത്തിന്റെ പ്രതീകങ്ങളാണ്. കല്ലറകൾക്കുള്ളിൽ അടങ്ങിയിരിക്കുന്നത് ഉണങ്ങി വരേണ്ട അസ്ഥി കൂമ്പാരങ്ങളോ ജീർണിച്ച ശരീരഭാഗങ്ങളോ അല്ല, മറിച്ച് കല്ലറകൾ തലമുറകളുടെ പ്രതീകങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന പട്ടണം അതാണ് നശിച്ചു കിടക്കുന്നത്. അതിന്റെ വാതിലുകളാണ് തീവന്ന് നശിച്ചു കിടക്കുന്നത്. എങ്ങനെയാണ് രാജാവേ ഞാനിവിടെ സന്തോഷത്തോടെ കഴിയുന്നത്? ഇതാണ് ആ വേദവാക്യത്തിന്റെ അർത്ഥം. ടാഗോറിന്റെ കവിതയിൽ ടാഗോർ പറയുകയാണ്, മണ്ണിൽ നിന്നുള്ള മോചനം വൃക്ഷത്തിന് ഒരിക്കലും സ്വാതന്ത്ര്യം അല്ല. പലപ്പോഴും സ്വാതന്ത്ര്യം എന്നുള്ളതിന് നാം എവിടെയാണോ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ആക്കിയിരിക്കുന്നത് അതിൽ നിന്നുള്ള ലിബറേഷൻ, അതിൽ നിന്നുള്ള മോചനമാണ് സ്വാതന്ത്ര്യം എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അതിനുള്ള കൃത്യ ഉത്തരമാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഈ 2 വരികൾ. മണ്ണിൽ നിന്നുള്ള മോചനം വൃക്ഷത്തിന് സ്വാതന്ത്ര്യമല്ല. മണ്ണിൽ നിന്ന് വൃക്ഷം മോചനം നേടിയാൽ നാളുകൾക്കകം അത് വെയിലേറ്റ് ചൂടേറ്റ് ഉണങ്ങി എരിയുവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഈ മണ്ണിന്റെ സവിശേഷത? എന്താണ് ഈ പൈതൃകത്തിന്റെ സവിശേഷത? അതാണ് ഭക്തനായ ഈ സുറിയാനി കവി പാടുന്നത്. തരുവിൻ വേരുകൾ ഈ ധരയിൽ, തല സ്വർഗത്തിൽ. പൈതൃകത്തെ സ്നേഹിക്കുന്ന, പൈതൃകത്തെ ആദരിക്കുന്നവൻ ആരാണ്? പൈതൃകത്തെ ആദരിക്കുന്നവൻ, പൈതൃകത്തിൽ അഭിമാനിക്കുന്നവൻ ആകാശമേഘങ്ങളോളം ഉയർന്നു നിൽക്കുന്ന, വളർന്നു നിൽക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്. ഒരു വടവൃക്ഷം പോലെ അത് നിലകൊള്ളുകയാണ്. എന്താണ് ഈ വൃക്ഷത്തിന്റെ സവിശേഷത? പൈതൃകമാകുന്ന ഭൂമികയിലേക്ക്, മണ്ണിലേക്ക് ആഴത്തിൽ വേരുകൾ അയക്കുന്നു. ആ പൈതൃകത്തിൽ നിന്ന് ആവോളം ഊർജത്തെ ആഗിരണം ചെയ്ത്, ഊർജത്തെ ആവാഹിച്ചെടുത്ത് തൻ്റെ ശരീരത്തിലൂടെ തൻ്റെ ശിഖരങ്ങളിലേക്ക് നൽകി. ആ ശിഖരങ്ങൾ ആവോളം പടർന്ന് പന്തലിച്ച് ധാരാളം ഇലകൾ വഹിച്ച് ആയിരക്കണക്കിന് പർവ്വജാതികൾക്ക് കൂടുകൂട്ടുവാൻ ഇടം നൽകിക്കൊണ്ട് അനേക പതിതർക്ക്, സഞ്ചാരികൾക്ക് തണലേകുവാനായിട്ടുള്ള വടവൃക്ഷം. അതാണ് പൈതൃകത്തെ സ്നേഹിക്കുന്ന ഒരുവന്റെ സവിശേഷത. ഏതെങ്കിലും നട്ട മനോഹരമായ തരു പോലെ ധരയിൽ, വേരുകൾ ഈ ധരയിൽ, തല സ്വർഗത്തിൽ. പ്രിയപ്പെട്ടവരെ, യുവജനവും അല്ലെങ്കിൽ യുവജനങ്ങളും പൈതൃകവും എന്നതാണ് നമ്മുടെ ഈ ക്ലാസിന്റെ ചിന്ത. പൈതൃകത്തെ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട കാലഘട്ടം യൗവനം തന്നെയാണ്. പക്ഷേ കണ്ടുവരുന്നത് യൗവനത്തിൽ ഇല്ലാത്ത പൈതൃക സ്നേഹം വാർദ്ധക്യത്തോടടുക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. വാർദ്ധക്യത്തോടടുത്ത് ഈ പൈതൃക സ്നേഹം ഉണ്ടായതുകൊണ്ട് അത്ര വലിയ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ യൗവനത്തിന്റെ ആരംഭം തൊട്ട് യൗവനകാലത്ത് ഉടനീളം ഈ പൈതൃകത്തെ കുറിച്ചുള്ള എരിവ് നമുക്കുണ്ടെങ്കിൽ എന്താ സാധിക്കുന്നത്? ആവുന്നത്ര ഊർജത്തെ വലിച്ചെടുക്കുവാനായിട്ട്, സംശീകരിക്കുവാനായിട്ട്, ഊർജത്തെ ആവഹിക്കുവാനായിട്ട് യൗവനകാലത്ത് കഴിയും. അതുകൊണ്ട് ഈ യൗവനം വലിയ ഊർജ സ്രോതസ്സാകുന്ന പൈതൃകത്തിൽ നിന്ന് ഊർജത്തെ വലിച്ചെടുത്ത്, എന്തിന് ഈ പൈതൃകത്തിൽ നിന്ന് ഊർജം വലിച്ചെടുക്കുന്നത്? പൈതൃകത്തിൽ നിന്ന് ഊർജം ആവാഹിച്ചെടുത്തുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തിൽ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക അതിനായിട്ടാണ്. ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതിന്റെ വേദശാസ്ത്ര തലങ്ങളൊക്കെ, ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലൂടെ നടന്നു കാണും എന്നുള്ളത്. എങ്കിൽ കൂടെ
ഇപ്പോഴും നമ്മൾ വീണ്ടും ഓർക്കുവാനായിട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടെ പറയുകയാണ്. ഈ പ്രപഞ്ചത്തോട്, അല്ലെങ്കിൽ ഈ കുറെ കൂടി നമ്മുടെ വേദശാസ്ത്രത്തിന് ചേർന്ന് നിൽക്കുന്നത് പ്രപഞ്ചം എന്ന വാക്കല്ല, പ്രകൃതി എന്നുള്ള വാക്കുമല്ല, സൃഷ്ടി, ക്രിയേഷൻ എന്നുള്ളതാണ്. ഈ സൃഷ്ടിയോട് പവർ ഫെയിലിയർ ഇടയ്ക്ക് നല്ലതാണെന്നാണ് ഇപ്പോൾ എൻ്റെ ചിന്ത. കാരണം അപ്പോൾ അല്പനേരം അറിയാതെ തന്നെ ഒരു റെസ്റ്റ് എൻ്റെ ഈ വോക്കൽ കോഡിന് കിട്ടും. അടുത്ത കാലത്തായിട്ട് ചെറിയ പ്രശ്നങ്ങൾ അതെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ പൈതൃകം വലിയ ഊർജ സ്രോതസ്സാണ്. ഈ പൈതൃകത്തിൽ നിന്ന് ഊർജത്തെ ആവാഹിച്ചെടുത്ത് യൗവനത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ യൗവനത്തെ ആവുന്നത്ര പൈതൃകത്തോട് കോർത്തിണക്കുവാൻ, പൈതൃകം എന്ന ഈ ഭൂമികയിൽ നിന്ന് ആവുന്നത്ര ഊർജത്തെ ആഗിരണം ചെയ്യുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമൻ പൈതൃകം വളരെയേറെ ശ്രദ്ധേയമായ, അഭിമാനിക്കുവാൻ കഴിയുന്ന പൈതൃകമാണ് ഇത്. കാരണം ലോകത്തുള്ള മറ്റ് ഏത് ക്രൈസ്തവ സംസ്കാരങ്ങളെക്കാൾ കൂടുതൽ ഈ മണ്ണിനോട്, ഭാരത മണ്ണിനോട് കുറെ കൂടി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ കേരള മണ്ണിനോട് ഇത്രയധികം, ഈ പൈതൃകത്തോട് ഇത്രയധികം ചേർന്ന ഒരു ക്രിസ്തീയ സംസ്കൃതി വേറെ കാണാനായിട്ടൊക്കെയില്ല. ഇവിടെ അതായിരുന്നില്ല. എന്നാൽ ഇന്ന് ആ മാർത്തോമൻ സംസ്കൃതിയെ മുഴുവൻ നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. എന്നാൽ അതായിരുന്നില്ല നമുക്കൊക്കെ അറിവുള്ളതുപോലെ ഉദയംപേരൂർ സുന്നഹദോസിന് മുമ്പുള്ള കാലം വരെ. എന്നാൽ ഓർക്കേണ്ടത്, സൃഷ്ടിയോട് നമുക്കൊരു ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ആ ബാധ്യത വന്നത്? രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഈ സൃഷ്ടിയെ ശുശ്രൂഷിക്കുവാനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്, തോട്ടം കാക്കാൻ വേല ചെയ്യുവാനായി. അപ്പോൾ സൃഷ്ടിയെ ശുശ്രൂഷിക്കുക എന്നൊരു വലിയ ദൗത്യം നമുക്കുണ്ട്. രണ്ടാമത്, യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവവചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർക്കുക വഴിയായിട്ട് ഈ സൃഷ്ടിയുടെ കൗദാശീകരണം, അത് പിതാക്കന്മാര് അടിവരയിട്ട് പറയുന്ന ഒരു ചിന്തയാണ്. സൃഷ്ടിയുടെ കൗദാശീകരണം മനുഷ്യാവതാരത്തിലൂടെ നടക്കുകയുണ്ടായി. ഇൻകാർണേഷൻ എന്ന് പറയുന്നത് സയന്റിഫിക്കേഷൻ ഓഫ് ദ ഹോൾ ക്രിയേഷൻ. അതുകൊണ്ട് കൂദാശ ചെയ്യപ്പെട്ട ഈ സൃഷ്ടിക്ക്, ഈ പ്രപഞ്ചത്തിന്, അതാത് സംസ്കൃതികൾക്ക് വേണ്ടുന്ന ഓജസ് പകർന്നു കൊടുക്കുവാനുള്ള ബാധ്യത നമുക്ക് കൂടി ഉള്ളതാണ്. അതുകൊണ്ട് യൗവനത്തിൽ ഏറ്റവും കൂടുതൽ പൈതൃകത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത്, എന്താണ് ഈ സാമൂഹിക പ്രതിബദ്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. അതെല്ലാം കൂടെ ഇവിടെ ആവർത്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 3 ചിന്തകളായിട്ട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. സാമൂഹിക പ്രതിബദ്ധത, സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാടുകൾ, ഉത്തരവാദിത്തങ്ങൾ. എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് സമൂഹത്തോട്. അതെല്ലാം കൂടെ നിവർത്തിക്കുവാനായിട്ട് നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത്? കഴിയുമോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ചിലതൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നാണ് സത്യം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മാർത്തോമൻ പൈതൃകത്തിന്റെ ഏറ്റവും വലിയ അവകാശികൾ എന്നുള്ള അഭിമാനമുള്ള, ആ അസ്തിത്വമുള്ള നമുക്ക് കൂടുതൽ ബാധ്യതയുണ്ട് ഈ സമൂഹത്തോട്. സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മുടെ പ്രതിബദ്ധത, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുവാനായിട്ട് കഴിയുന്നത്? ഇന്നലെ കോട്ടയത്ത് മാസ്കോ, നിങ്ങൾക്കറിയാമോ, മനോരമയുടെ ജേർണലിസം കോഴ്സ് എടുക്കുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ദൈവത്തിന്റെ കൃപയാൽ 2 വർഷങ്ങൾക്ക് മുൻപ് ആ മാസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് എന്നെ വിളിച്ചത്. നല്ല
ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തുന്ന മിടുക്കരായിട്ടുള്ള ജേർണലിസം പഠിക്കുന്ന ആളുകൾ, പഠിച്ച ആളുകളൊക്കെയാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇന്നലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ രാജൻ ഗുരുക്കളും അവിടെ നടത്തിയ പ്രഭാഷണത്തെക്കുറിച്ച് ഇന്നത്തെ പത്രത്തിൽ വായിച്ചത്. മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എനിക്കത് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. കാരണം അദ്ദേഹം പറയുകയാണ്, മാധ്യമങ്ങൾക്ക് ഒരുപാട് ദൗത്യമുണ്ട്. നമുക്കൊക്കെ അറിയാം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട നയങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ളത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാധ്യമങ്ങൾ നിലകൊള്ളുവാനായിട്ട് കഴിയണം. എന്തുമാത്രം അത് സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു മാധ്യമങ്ങൾക്ക് മാത്രമുള്ള ഒരു ഉത്തരവാദിത്വമായിട്ടല്ല നമുക്ക് കണക്കാക്കേണ്ടത്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങൾ, വ്യക്തികൾ വളരെയേറെയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഏതെല്ലാം കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോകുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ നമ്മുടെ യുവത്വത്തിന്, നമ്മുടെ യൗവനത്തിന് ഈ ഒരു ദൗത്യം നിർവഹിക്കുവാനായിട്ടുണ്ട്. അതായത് എവിടെയാണോ മനുഷ്യൻ അല്ലാതെ കണക്കാക്കപ്പെടുന്നത്, എവിടെയാണോ മനുഷ്യ ജീവിതത്തെ വിലകൽപ്പിക്കാതെ ഇരിക്കുന്നത്, അവിടെ നമുക്കുള്ളത് ഇങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെടുന്ന വ്യക്തികളോട്, ആളുകളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ എങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഞാൻ ഐഡിയോളജി തലത്തിൽ നിന്നുകൊണ്ട് ചില ആശയങ്ങൾ പങ്കുവെക്കുന്നതേ ഉള്ളൂ, ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട്. അതല്ലാതെ ഇതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് കടക്കുവാനായിട്ട് ഇപ്പോഴേ സാധിക്കുകയില്ല. ഏതായിരുന്നാലും ക്രിസ്തീയ യൗവനം, ക്രൈസ്തവ യുവ സമൂഹത്തിനുള്ള വലിയ ബാധ്യതകളിൽ ഒന്ന് ഈ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ, സമൂഹങ്ങൾ, സംഘങ്ങൾ. സാധാരണ നമുക്ക് സാമൂഹിക പ്രതിബദ്ധത എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സഭയ്ക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ന്യായമായ നീതി, ന്യായം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനെ കുറിച്ചാണ് ഏറെ ചിന്തയുള്ളത്. നല്ലതാണത്. പക്ഷേ എന്നെയും നിങ്ങളെയും പിടിച്ചിരിക്കുന്നത് ഈ മനോഹര മധുര യൗവനം തന്നിരിക്കുന്നത് എൻ്റെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. മറിച്ച് എവിടെയാണോ മനുഷ്യൻ അല്ലാതാകുന്നതോ, എവിടെയാണോ സംഘങ്ങളോ സമൂഹങ്ങളോ വ്യക്തികളോ മാർജിനലൈസ്ഡ് ആകുന്നതോ, അവിടെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പൈതൃകത്തിൽ നിന്ന് ഉടലെടുക്കുന്ന, ആർജിച്ചെടുക്കുന്ന, ഊർജത്തെ സ്വീകരിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. നമുക്കൊക്കെ അറിയാം, ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. CP ജോണിൻ്റെ ഈ ആഗോളവൽക്കരണം ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്, അതൊന്നും പറയുന്നില്ല. എന്നാൽ എൻ്റെ ചെറിയ അനാലിസിസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആഗോളവൽക്കരണത്തിന് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നടക്കുമ്പോൾ തന്നെ simultaneously another process is also going on, that is called marginalization. ആഗോളവൽക്കരണം നടക്കുമ്പോൾ തന്നെ പാർശ്വവൽക്കരണവും നടക്കുകയാണ്. എവിടെ എന്ത് ആഗോളവൽക്കരിക്കപ്പെടണോ ന്യായമായിട്ട് തീർച്ചയായിട്ടും അവിടെ ഒരു സമൂഹത്തെ, ഒരു സംഘത്തെ പാർശ്വവൽക്കരിക്കുന്നു എന്നത് സത്യമാണ്. നമുക്കറിയാമല്ലോ, പണ്ടൊക്കെ നമ്മുടെ നാട്ടും പറമ്പുകളിലും അല്ലെങ്കിൽ പന്തളം പോലെയുള്ള സെമി ടൗൺ പ്രദേശങ്ങളിലോ ഒക്കെ, നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള അല്ലെങ്കിൽ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിനകത്തോ ഒക്കെയുള്ള പ്രോഡക്ട്സ് ആണ് നമുക്ക് വാങ്ങിക്കുവാനായിട്ട് കിട്ടിയിരുന്നത്. നമ്മൾ വളരെ ഉത്സാഹത്തോടെ വാങ്ങിച്ചിരുന്നു. അതിൻ്റെ ക്വാളിറ്റി എല്ലാം കൂടിയതാണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കറിയാം, സോഡ നാരങ്ങ വെള്ളം കുടിക്കുന്ന രീതി, അല്ലെങ്കിൽ അതുപോലെ വളരെ ലളിതമായ കാര്യങ്ങൾ, അതുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു ജനതതി ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ നടക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താ? കൂടിയ ഉൽപ്പന്നങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തി. പന്തളത്തെന്നല്ല, വളരെ ചെറിയ സ്ഥലങ്ങളിൽ പോലും
ഇതൊക്കെ ഇന്ന് ലഭ്യമായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് അറിയാതെ നടക്കുന്നത് എന്താണ്? പാർശ്വവൽക്കരണം നടക്കുന്നു, മാർജിനലൈസേഷൻ. അതുകൊണ്ട് മാർജിനലൈസേഷൻ എന്ന് പറയുന്നതും ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതും സത്യത്തിൽ ഒന്നിച്ച് നടക്കുന്ന പ്രക്രിയയാണ്. അവിടെയാണ് യൗവനത്തിന് ഊർജം ആവാഹിച്ചെടുത്തിരിക്കുന്ന യൗവനത്തിന് ബാധ്യതകൾ ഏറെയുള്ളത്. പൈതൃകത്തിൽ നിന്ന് അന്യമായിട്ടല്ല, പൈതൃകത്തിന് നിരക്കാത്തത് എന്തെങ്കിലും ഇവിടേക്ക് നിർദ്ദേശിക്കപ്പെടുന്നുവെങ്കിൽ അത് കച്ചവടത്തിലൂടെയാവാം, ഫാഷൻ പരേഡിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേത് നിലയിലാണെങ്കിലും ശരി, അത് കാണാൻ, അത് വിലയിരുത്താൻ, അതുവഴി നിരാകരിക്കപ്പെടുന്ന അവകാശങ്ങളെ നേടിയെടുക്കുവാൻ ഈ ബാധ്യത യൗവനത്തിനുണ്ട് എന്ന് ഓർക്കുക. ഇത് ക്രിസ്തീയ ദൗത്യം തന്നെയാണ്. കാരണം യേശു തമ്പുരാൻ ചെയ്തത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അദ്ദേഹം ചെയ്തത് എന്താണോ, എവിടെയാണ് നിരാകരിക്കപ്പെടുന്ന അവസ്ഥയുള്ളതും എവിടെയാണ് പാർശ്വവൽക്കരണത്തിന്റെ സന്ദർഭങ്ങൾ ഉള്ളതും അവിടേക്ക് നടന്നെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. വലിയ ജനക്കൂട്ടം യെരിഹോവിലേക്ക് നടക്കുകയാണ്. കർത്താവിന്റെ കൂടെ വഴിയരികിലിരിക്കുന്ന ഭർത്തിയുമായി ഈ വലിയ ആൾക്കൂട്ടം എന്താണ്? ഗ്ലോബലൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അത് വളരെ തിക്കും തിരക്ക് കൂട്ടി പോവുകയാണ്, മുന്നേറ്റത്തിന്റെ പാതയിലാണ്. അവിടെയാണ് അന്ധനായ ഒരു സാധു വഴിയരികിൽ നിന്ന് വിളിക്കുക, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ. ആരൊക്കെയോ അവനെ ശകാരിച്ചു, മിണ്ടരുത്. പക്ഷേ ശകാര വാക്കുകൾക്ക് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ഹൃദയത്തിന്റെ തീവ്ര ഭാവങ്ങളെ അടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നസറേത്തുകാരൻ തിരിച്ചു നടന്നു അവന്റെ അടുക്കിലേക്ക്. എന്താ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? എന്റെ കണ്ണുകൾ സുഖപ്പെടുത്തുക, എനിക്ക് കാഴ്ച നൽകുക. ഇത് ഗ്ലോബലൈസേഷന്റെ ഒരു പ്രതീകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ ജനസഞ്ചയം വളരെ ആശയോടെ ഊർജത്തോടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളുകൾ, ഇവിടെയാണ് നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും യൗവനത്തിന്റെ പൈതൃകത്തിൽ നിന്ന് ഊർജം ആവാഹിച്ചിരിക്കുന്ന യൗവനത്തിന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തോട്, വ്യക്തികളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ബാധ്യതയുണ്ട് എന്നോർക്കുന്നു. രണ്ടാമതായിട്ട് സാമൂഹിക പ്രതിബദ്ധതയിൽ നമുക്കുണ്ടാവേണ്ടത് എന്താണ്? രാഷ്ട്രീയവൽക്കരണമല്ല, സമൂഹത്തിൽ പ്രവർത്തിക്കുക, സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റുക എന്നൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകളുടെയെങ്കിലും ബോധത്തിൽ തോന്നിയിരിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുകയല്ലേ സഭയ്ക്ക് വേണ്ടത് എന്നുള്ളത്. വ്യക്തിതലത്തിൽ രാഷ്ട്രീയ ഐഡിയോളജി സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുക, അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ സഭയുടെ ദൗത്യത്തിൽ, സഭയുടെ യുവശക്തിയുടെ ദൗത്യ നിർവഹണത്തിൽ, സാമൂഹിക പ്രതിബദ്ധതയിൽ ഊന്നൽ കൊടുക്കേണ്ടത് രാഷ്ട്രീയവൽക്കരണത്തെക്കാൾ കൂടുതൽ സമൃദ്ധിയായ ജീവന് വിലങ്ങ് തടിയായി നിൽക്കുന്നവയോട് മല്ലിടുവാനുള്ള, അതിനോട് പോരാടുവാനായിട്ടുള്ള ശക്തിയാണ്. പൈതൃകം ഞാൻ പറഞ്ഞു, അത് ഊർജ സ്രോതസ്സാണ്. ഈ ഊർജ സ്രോതസ്സിൽ നിന്ന് ഊർജം ആവാഹിച്ചെടുത്താൽ അതുവഴി ചില പോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കുവാൻ നമുക്ക് കഴിയണം. പോരാട്ടങ്ങൾക്ക് ഒരു സ്നേഹ പറയുന്നുണ്ട്, നമുക്ക് പോരാടുവാനുള്ളത് ജഡരക്തങ്ങളോടല്ല, ജഡരക്തങ്ങളോടല്ല പോരാടുവാനായിട്ട് നമുക്കുള്ളത്. എന്നാൽ ഇന്നത്തെ പോരാട്ടം മരണത്തിന്റെ ശക്തികളോട് ആയിരിക്കണം, അന്ധകാരത്തിന്റെ ശക്തികളോടായിരിക്കണം. എന്നാൽ ഈ പോരാട്ടത്തിന്റെ പ്രക്രിയയിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഗതി നീതിയെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. നീതി ഏതൊക്കെ രീതിയിലുണ്ട്? 3 തലങ്ങളിലുള്ള നീതിയെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മളൊക്കെ പറയുന്ന ജുഡീഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ലീഗൽ ജസ്റ്റിസ്. രണ്ടാമത്തേത് സോഷ്യൽ ജസ്റ്റിസ്. മൂന്നാമത്തേത് ക്രിസ്ത്യൻ ജസ്റ്റിസ്. ഇത് 3 തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുകയും ചെയ്യും. എന്താണ് ജുഡീഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്? നിയമത്തിന്റെ കണ്ണുകൾ കൊണ്ട് വിലയിരുത്തി വിശകലനം ചെയ്ത് ഏത് ശരി
ഏത് തെറ്റ് എന്ന് നിർണയിക്കുന്നതാണ് ജുഡീഷ്യൽ ജസ്റ്റിസ്. എല്ലാം ഒക്കെ കഴിഞ്ഞ കൊച്ചമ്മയാണ് ജെസി കൊച്ചമ്മ. ഇത് പറയുന്നത് പേടിച്ചാണെങ്കിലും പറയാനുള്ള ധൈര്യം കിട്ടിയത് കേരള ഹൈക്കോടതിയുടെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് ഹൈക്കോടതി നല്ല ഒന്നാന്തരം ഒരു സോവനിയർ പബ്ലിഷ് ചെയ്തു. എൻ്റെ ഭദ്രാസനത്തിലെ വാഴത്തോപ്പ് ഇടവക സന്ദർശിച്ചപ്പോൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന സജീവ് വാഴത്തോപ്പിൻ്റെ ഇടവക ഇടതയോടുണ്ട്. എന്നെ ഒരു വീട്ടിൽ കൊണ്ടുപോയി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ 2 ഗുണമുണ്ട്, 3 ഗുണമുണ്ടായി. ഒന്ന്, ആ വീട് സന്ദർശിച്ചു, പ്രാർത്ഥിച്ചു. 2, എനിക്ക് അവിടെ നിന്ന് ഹൈക്കോടതി പ്രസിദ്ധീകരിച്ച ഈ ഗോൾഡൻ ജൂബിലിയുടെ സ്വാധീനം കിട്ടി. 3ാമത് ഭദ്രാസനത്തിലെ പെൻഷൻ ഫണ്ടിലേക്ക് പ്രതീക്ഷിക്കുന്ന 10,000 രൂപ കിട്ടി. ഇങ്ങനെ 3 കാര്യങ്ങൾ അവിടെ നടന്നു. അടുത്ത കാലത്തായിട്ട് ഞാൻ ഈ സ്വാധീനം വായിച്ചപ്പോൾ അവിടെയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ലേഖനം അതിലുള്ളത് വായിച്ചു. അപ്പോഴാണ് ഈ ജുഡീഷ്യൽ ജസ്റ്റിസ് എന്ന വാക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതെന്താണെന്ന് ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചിന്തിക്കുന്നു. ജുഡീഷ്യൽ ജസ്റ്റിസ് ഒരു വിഷയമുണ്ടായി അതിൻ്റെ ന്യായാന്യായങ്ങൾ നിയമത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് വിശകലനം ചെയ്ത് നിയമദൃഷ്ടിയിലൂടെ ഏതാണ് ശരി എന്ന് നിർണ്ണയിക്കുന്നതാണ് ജുഡീഷ്യൽ ജസ്റ്റിസ്. മറ്റൊന്നാണ് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ്, കൊലപാതകം ചെയ്ത ഒരുത്തൻ ആ കൊലപാതകത്തിന് തെളിവ് ദൃക്സാക്ഷികളൊന്നുമില്ല, പ്രോസിക്യൂഷന് ഒരു തരത്തിലും ഇവൻ കൊലയാളിയാണെന്ന് തെളിയിക്കാനായിട്ട് ഒത്തില്ല, കോടതി അവനെ വെറുതെ വിട്ടു. അപ്പോൾ അത് ജുഡീഷ്യൽ ജസ്റ്റിസ്. കോടതി വെറുതെ വിട്ടു. കാരണം നിയമത്തിന്റെ കണ്ണുകൾ കൊണ്ട് എത്ര നോക്കിയിട്ടും കുറ്റക്കാരനാണെന്ന് പറയാൻ ഒക്കെയില്ല. പക്ഷേ സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന് നിശ്ചയമുണ്ട് ഇവൻ കുറ്റവാളിയാണ്. അവിടെ സമൂഹത്തിന്റെ നീതിബോധവും ജുഡീഷ്യറിയുടെ നീതിബോധവും തമ്മിൽ ചില ലീഗലിസ്റ്റിക് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ജുഡീഷ്യൽ ജസ്റ്റിസ് ആണ്, മറ്റത് സോഷ്യൽ ജസ്റ്റിസ് ആണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ പറയുന്നത് ആരും തെറ്റിദ്ധരിക്കുകയില്ലെങ്കിൽ സഭയുടെ തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നീതിയെക്കുറിച്ചുള്ള വിശകലനത്തിൽ ഈ ജുഡീഷ്യൽ ജസ്റ്റിസും സോഷ്യൽ ജസ്റ്റിസും കൂടെ ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ രണ്ടും കൂടി കണക്കിലെടുത്ത് ചെയ്യുന്നത് കുറെ നല്ലതായിരിക്കും. ഇത് രണ്ടുമല്ല ക്രിസ്ത്യൻ ജസ്റ്റിസ്, ക്രിസ്തീയ നീതി. അതെന്താ ക്രിസ്തീയ നീതി? ക്രിസ്തീയ നീതി ഒരുവൻ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ആ കുറ്റത്തെക്കുറിച്ചുള്ള ബോധ്യം അവന് കൊടുക്കുകയും എന്നാൽ അവരെ കുറ്റരഹിതനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. കർത്താവ് കാണിച്ചു തന്നു. റാബിമാരും ശാസ്ത്രന്മാരും എല്ലാം കൂടെ ഒരു സാധു സ്ത്രീയും, സാധു എന്ന് പറഞ്ഞാൽ എത്ര വേണ്ടാതിനൊക്കെ ഉണ്ട് കയ്യിൽ, കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് പറഞ്ഞു, ഗുരു ഇവള് മഹാമോശക്കാരിയാണ്, ഞങ്ങൾ ഇവിടെ പിടിച്ചുകൊണ്ട് വരിക, ന്യായപ്രമാണം അനുസരിച്ച് ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണം. ഈ ആവശ്യം ഉന്നയിച്ച റാബിമാരോ അല്ലെങ്കിൽ അവിടെ കൂടിയ യഹൂദ ജനങ്ങളോ, എറിയാൻ കല്ലുകൾ പിടിച്ചു നിൽക്കുന്ന യഹൂദ ജനങ്ങളോ ആരും കുറ്റക്കാരല്ല. കാരണം എന്താ? വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അവർ അനുവർത്തിക്കുന്ന നിയമ സംഹിത വിധിക്കുന്നത് ഇവൾക്ക് കല്ലേറുകൊണ്ടുള്ള മരണം തന്നെയാണ്. എന്നാൽ കർത്താവ് നിലത്ത് കുനിഞ്ഞ് മണ്ണിൽ എഴുതുകയാണ്. എന്തോ ആ പൂഴിയിൽ കർത്താവ് എഴുതിയത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ പൂഴിയിലാണ് കർത്താവ് ഈ യുവതിയുടെ വിധിത്തീർപ്പ് എഴുതിയത്. ജഡ്ജ്മെന്റ് കടലാസിൽ എഴുതാതെ മണ്ണിൽ എഴുതി കർത്താവ്. എന്താ പറഞ്ഞത്? പാപമില്ലാത്തവരാരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ കല്ലെറിഞ്ഞു. വീണ്ടും അവന്റെ എഴുത്ത് തുടർന്നു. ഒടുവിൽ അവൻ തല പൊക്കി, ആരെയും കണ്ടില്ല. വേദനിച്ച് നിൽക്കുന്ന സ്ത്രീയെ കണ്ട് അവളോട് പറഞ്ഞു, മകളെ പോകാ, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ പാപിയാണ് ഇവളെന്ന് കർത്താവ് അംഗീകരിക്കുന്നു, പാപം ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നു, എന്നാൽ അവളെ കുറ്റരഹിതയായിട്ട് വിടുന്നു. ഇതാണ് ക്രിസ്ത്യൻ ജസ്റ്റിസ്. ഇതാണ് ക്രിസ്ത്യൻ ജസ്റ്റിസ്. അപ്പോൾ ജുഡീഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, ലീഗൽ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, ക്രിസ്ത്യൻ ജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പൈതൃകത്തിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്ന ഊർജത്തെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് അത് നൽകുന്ന ആവേശത്തിൽ നമുക്ക് ഈ സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ നിർവഹിക്കുന്ന നേരത്ത് ഈ നീതിബോധം, നീതിയെക്കുറിച്ചുള്ള ഈ 3 കാഴ്ചപ്പാടുകൾ കൂടെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതാണ്. മരണത്തിന്റെ ശക്തികൾ വല്ലാതെ താണ്ഡവ നൃത്തം ചവിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്,
ജീവൻ ഉണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിന്. ഈ രണ്ട് പദങ്ങളും തമ്മിൽ, ജീവനും സമൃദ്ധിയായ ജീവനും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ആസന്ന മരണനായി കട്ടിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ജീവനുണ്ട്, പക്ഷേ മിണ്ടാനൊക്കെയില്ല, ആള് കോൺഷ്യസ് അല്ല, കൈകാലുകളൊന്നും അനക്കില്ല, പക്ഷെ അത് മരിച്ചില്ല, ഉള്ളിൽ ജീവനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ട്, പക്ഷേ സമൃദ്ധിയായ ജീവനില്ല, അബണ്ടന്റ് ലൈഫ്. കഥാവ് പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും. എങ്ങനെയുള്ള ജീവൻ? സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും വന്നിരിക്കുന്നു. അപ്പോൾ ഈ സമൂഹത്തിന്റെ സമൃദ്ധിയായ ജീവന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്നല്ല, ഒരുപാട് സംഗതികളുണ്ട്. അന്ധകാരത്തിന്റെ ശക്തികൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾ 127 സങ്കീർത്തനം വായിച്ചിട്ടുള്ളവരാണല്ലോ. അതിന്റെ അവസാന ഭാഗത്ത് മനോഹരമായ 2 വരികളുണ്ട്. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യം. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ലേ? നല്ല അർത്ഥമുള്ളൊരു വാക്യമാണ്. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. എങ്ങനെയുള്ളവർ? യൗവനത്തിന്റെ മക്കൾ, യൗവനത്തിലെ മക്കൾ, നഗരവാതിൽക്കലെ ശത്രുക്കൾ. നഗരവാതിൽക്കൽ ഏതൊക്കെ ശത്രുക്കളുണ്ടെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെല്ലാം തന്നെ. ആധുനിക സാങ്കേതിക വിദ്യ ഉയർത്തുന്ന, അല്ലെങ്കിൽ നന്മയുടെ കൂടെ നന്മയേക്കാൾ കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന, തിന്മ പകരുന്ന എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെയുള്ള നഗരവാതിൽക്കലെ ശത്രുക്കൾ ഇല്ലേ? 2000 രൂപ കൊടുത്ത് മൊബൈൽ ഫോൺ കൈക്കലാക്കിയാൽ 200-300 രൂപ കൊടുത്ത് അത് ചാർജ് ചെയ്താൽ ലോകത്തുള്ള വേണ്ടത് വേണ്ടാത്തതുമൊക്കെ നമ്മുടെ വിരൽത്തുമ്പിൽ കാണാനായിട്ട് നമുക്ക് കഴിയും. നഗരവാതിൽക്കലെ ശത്രുവാണ്. ഞാൻ 1-2 സ്ഥലത്ത് എൻ്റെ ഭദ്രാസനത്തിലെ പള്ളികളിൽ പറഞ്ഞ് ഒരു സംഭവ കഥ നിങ്ങളുടെ ശ്രദ്ധയിലും കൂടെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ഇവിടെ അടുത്തുള്ള ഒരു ഭദ്രാസനത്തിലെ ഒരു പള്ളിയിൽ നടന്ന സംഭവം തന്നെയാണ്. അതിന് ദൃക്സാക്ഷിയായ ആളാണ് എന്നോട് പറഞ്ഞത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരമ്മ മകൾ വീട്ടിൽ അവർ തന്നെയുള്ളൂ, സാധുക്കളാണ് അവര്. മോള് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുകയാണ്. അമ്മ ഒരു ഞായറാഴ്ച പള്ളിയിൽ വന്നു. കൊച്ചച്ഛനാണ് അവിടുത്തെ. അച്ഛനോട് പറഞ്ഞ, അച്ഛാ, ഇവരുടെ വീട് അടുത്തൊരു കാവുണ്ട്, ഈ കാവിനോട് ചേർന്നാണ് ഈ അമ്മയുടെയും മോളുടെയും വീട്. ഈ അമ്മ പള്ളിയിൽ വന്ന് കുർബാന കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞ, അച്ഛാ, മോള് രാത്രിയിൽ വല്ലാതെ സംസാരിക്കുന്നുണ്ട്, ഉറക്കത്തിൽ സംസാരിക്കുകയും ഞങ്ങളുടെ അടുത്ത കാവിലെ ഗന്ധർവം വല്ലതും അവിടെ ശരീരത്തിൽ കൂടിയോ എന്ന എൻ്റെ പേടി. ഇത്തിരി ദിവസങ്ങൾ ഞാനത് കേൾക്കുന്നു. അച്ഛന് എല്ലാം കേട്ടിട്ട് ഈ കൊച്ചിനെ വിളിച്ചു, പാവ പെങ്കച്ച്, ഞങ്ങളൊക്കെ ചെയ്യുന്നതുപോലെ പ്രാർത്ഥിക്കാം, ഈ കൊച്ചിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. മനസ്സൊരുക്കി ഏറെ നേരം പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, മോളെ പേടിക്കണ്ട, ഗന്ധർവനൊന്നും ഇനി കൂടുതലില്ല, സമാധാനത്തോടെ വീട്ടിൽ പോയി. അടുത്ത ഞായറാഴ്ച ഇമത്ത് കഴിഞ്ഞപ്പോൾ ഈ അമ്മ അച്ഛനെ കാണാനായിട്ട് അവിടെ നിന്നിരുന്നു. മുൻപത്തേക്കാൾ വേദനയോടെ പറഞ്ഞ, അച്ഛ, ഒരു കുറവില്ല അച്ഛ, ഗന്ധർവൻ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്, മോളെല്ലാ ദിവസവും രാത്രി കിടന്ന് സംസാരം, എനിക്ക് പേടി അവളോട് മിണ്ടാനായിട്ട്. അന്നും അച്ഛൻ ഈ കൊച്ചിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ തലമുറയിലെ ഒരച്ഛനായതുകൊണ്ട് സെമിനാരിയിൽ ഞാൻ കൂടെ പഠിപ്പിച്ചതാണ് കൊച്ചച്ഛൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്തരംഗത്തിൽ ചില സംശയങ്ങളൊക്കെ ഉടലെടുത്തു. ആരായിരിക്കാം രാത്രിയിൽ വന്ന് ശല്യം ചെയ്യുന്ന ഈ ഗന്ധർവൻ? അച്ഛനായ ഇടവകയിലെ ഏറ്റവും വിശ്വസ്തരായ 2-3 യുവജന പ്രസ്ഥാന അംഗങ്ങളെയും കൂട്ടി ഈ കൊച്ചു സ്കൂളിൽ പോയ ദിവസം വീട്ടിൽ ചെന്ന് അമ്മയെ കണ്ടു. അമ്മയോട് ചോദിച്ചു, അമ്മയെ എവിടെ നിങ്ങൾ കിടന്ന? കൊച്ചു വീടാണ്. പക്ഷെ അതായത് ഈ മുറിയിലായി, ഈ കട്ടിലെ ഞാനും ആ കട്ടിലെ അവളും കിടക്കും. വലിയ സങ്കടത്തിലത്. അച്ഛൻ അവിടെ വന്നു കാവൊക്കെ കണ്ടു. അതതിൻ്റെ പണിക്ക് അവിടെ നിൽക്കൊണ്ട് ദോഷമൊന്നുമില്ല. അച്ഛനും യുവജന പ്രസ്ഥാന അംഗങ്ങളും കൂടെ ആ മുറി ഒന്ന് പരിശോധിച്ചു. പരിശോധനയെല്ലാം കഴിഞ്ഞിട്ട് പഴയ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് കൈ കിട്ടി. ആ ഇൻസ്ട്രുമെന്റ് ബോക്സ് കയ്യിലെടുത്തപ്പോൾ
അത് തുറന്നപ്പോൾ അതിനകത്ത് ഒരു മൊബൈൽ, 2 സിം കാർഡ്. ഗന്ധർവനെ കൈകിട്ടി. ഒരു മൊബൈലും ഉണ്ട്, 2 സിം കാർഡും ഉണ്ട്. ഈ അച്ഛൻ അമ്മയോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല. സ്കൂൾ കഴിഞ്ഞ് മോള് വന്ന ഉടനെ വഴക്ക് പറയാതെ വളരെ സ്നേഹത്തോടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയെ അവളോട് ചോദിച്ചു, മോളെ ഇതാരാ നിനക്ക് വാങ്ങിച്ചു തന്നത്? അതേവളം പേടിച്ചു. പിന്നെ അച്ഛാ, ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തൊരു ബാർബർ ഷോപ്പിലെ ഒരാളുണ്ട്, അയാളാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. അതിനാ മോക്ക വാങ്ങിച്ചു തന്നത്. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ 2-3 പൈപ്പുകളേ ഉള്ളൂ. സ്കൂളിനോട് ചേർന്ന ബാർബർ ഷോപ്പ്, അവിടെ ഒരു പൈപ്പുണ്ട്. ഞങ്ങൾ കുറേ കുട്ടികൾ അവിടെ കൈയെടുക്കാൻ പോകും. ബാർബർ ഷോപ്പിലെ ഒരു ചേട്ടൻ അങ്ങനെ എന്നോട് സംസാരിച്ചു. പല ദിവസങ്ങൾ സംസാരിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് രാത്രിയിൽ സംസാരിക്കാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഫോണില്ല. അതെന്താ, ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാമല്ലോ. അങ്ങനെ ആ ചേട്ടൻ എനിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചിരുന്നു, 2 സിം കാർഡൊക്കെ വാങ്ങിച്ചു തന്നു. അച്ഛൻ ചോദിച്ചു, ആരാ ഇത് റീചാർജ് ചെയ്യുന്നു? എല്ലാം ചേട്ടനാണ് ചെയ്യുന്നത്, എല്ലാം ചേട്ടൻ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് അവള് പറഞ്ഞു, അമ്മ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ പലവഴിയും പുതപ്പെട്ടിട്ട് രാത്രി മൊബൈലിലൂടെ സംസാരിക്കുന്നതാണ്. അമ്മ പേടിച്ച് പറഞ്ഞത് ഗന്ധർവൻ. ഇവിടെ ഗന്ധർവനൊന്നുമില്ല. ഏതായിരുന്നാലും ആ ഗന്ധർവനെ അച്ഛൻ എടുത്ത് നശിപ്പിച്ചു. അമ്മയോട് പറഞ്ഞു, ഗന്ധർവന്റെ കാര്യം പറഞ്ഞില്ല, കൊച്ചിനെ സൂക്ഷിച്ചോണം. പിന്നെ ആ കൊച്ചിന് കുറെ ഗുണദോഷങ്ങളൊക്കെ കൊടുത്ത് ആ കൊച്ചു വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. അപ്പോൾ നഗരവാതിൽക്കൽ ഇതുപോലെ ഒരുപാട് ഗന്ധർവന്മാരുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. ഒരു ശ്രീജിത്തോ മറ്റോ, ശ്രീരാമൻ, കോഴിക്കോട്ടുകാരനാണ്. ഞാൻ പഠിച്ചത് കോഴിക്കോട്, അതുകൊണ്ട് കോഴിക്കോട്ടുകാരെന്ന് കേട്ടപ്പോൾ എനിക്കൊരു വേദനയുണ്ടായി. ബാംഗ്ലൂരിലുള്ള വൈറ്റ്ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശ്രീരാമൻ രാത്രി 12:30 അവൻ്റെ കാറിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു. പോലീസ് അന്വേഷിച്ചു. ഉറക്ക ഗുളികൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. 100 ഉറക്ക ഗുളികൾ അവൻ്റെ വയറ്റിലുണ്ടായിരുന്നു. കൂടാതെ അവൻ്റെ ഇമെയിൽ രാത്രിയിൽ അയച്ചിരുന്നു. ജെന്നിഫർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണത്രേ അവൻ പ്രണയിക്കുന്ന പ്രണയിനി. ജെന്നിഫറിന് അയച്ച 11:30 അയച്ച ഇമെയിൽ 3 പേജുള്ളത് വിശദമായിട്ട് പോലീസ് കണ്ടെടുത്തു. അതിനകത്തുള്ള വിഷയം എന്താണ്? ജെന്നിഫർ പ്രണയം ഇവനോടുള്ളത് അവസാനിപ്പിച്ചിട്ട് വേറെ ഏതോ ഒരുത്തനോട് പ്രണയം മൂത്തിട്ട് അവനെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന്റെ വിവാഹാഭ്യർത്ഥന അവിടെ നിരസിച്ചു. ഈ ചെറുപ്പക്കാരൻ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് തെക്കുള്ള മനുഷ്യരുടെ അത്രയും കാപട്യമില്ലാത്തതുകൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ തെക്ക് വടക്കൻ ചേർന്ന ഒരാളാണ്. ജന്മം കൊണ്ട് തെക്കനും കർമ്മം കൊണ്ട് വടക്കുമാണ് എൻ്റെ ദേശം. ചെങ്ങന്നൂരാണ്. തിരുമേനിയുടെ ഭദ്രാസനം എൻ്റെ മാതൃഭദ്രാസനം. അതുകൊണ്ട് എനിക്ക് ഈ 2 ദേശത്തിൻ്റെ പ്രത്യേകതയല്ലേ. കോഴിക്കോട്ടുള്ള മനുഷ്യൻ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. ഈ ശ്രീരാഗ് ആത്മഹത്യ ചെയ്തു. ഇന്നത്തെ പത്രത്തിലുണ്ട്, പോലീസ് ജെന്നിഫറെ കൈയോടെ പിടികൂടി. അവള് പറഞ്ഞത് അവള് IBM ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ചോദ്യം ചെയ്തപ്പോൾ ഇന്നലെ ജെന്നിഫർ സത്യം പറഞ്ഞു. 10ാം ക്ലാസ് പാസ്സായിട്ടേ ഉള്ളൂ, മേളോട്ടൊന്നും പഠിച്ചിട്ടില്ല. പേര് ഗായത്രി. അവള് ഏതോ ഒരു കോൾ സെന്ററിലെ കോൾ ഗേളായിട്ട് കോൾ സെന്ററിൽ വർക്ക് ചെയ്യും. അതാണ് ജെന്നിഫർ. പക്ഷെ അവളുടെ പേര് എന്താണ്? ഗായത്രി. 10ാം ക്ലാസ്സുകാരൻ. ഒരിക്കൽ പോലും ഈ ശ്രീരാഗ് ഇവളെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ പണി പറ്റിച്ചത്? ചാറ്റിങ്. ഇന്നലെ ആരോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഇവൻ ഇഷ്ടപ്പെട്ടു. ചാറ്റ് ചെയ്ത് അവസാനം ചീറ്റ് ചെയ്യപ്പെടാതെ സൂക്ഷിച്ചോളാം എന്നുള്ളത്. ചാറ്റിങ് അവസാനം ശ്രീരാഗിന്റെ അവസാനത്തിൽ കലാശിച്ചു. ചാറ്റിങ് ആദ്യം സൗഹൃദമായിരുന്നു. സൗഹൃദത്തിൽ നിന്ന് പ്രണയത്തിലേക്ക് നീങ്ങി, പ്രണയത്തിൽ നിന്ന് ഒടുവിൽ മരണത്തിലേക്ക് ചെന്ന് കലാശിച്ചു. നഗരവാതിൽക്കലെ ശത്രുക്കളിൽ മറ്റൊരു ശത്രു. മക്കളെ, അല്ലെങ്കിൽ യുവ സഹോദരങ്ങളെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, ഇതുപോലെ യൗവനത്തിലെ ശത്രുക്കൾ പിടികൂടിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നാണ് നിർത്തണം ഈ പരിപാടി. മൊബൈലൊക്കെ യൂസ് ചെയ്തു, പക്ഷേ അതിൽ ആവശ്യമില്ലാത്തത് കാണാൻ, ആവശ്യമില്ലാത്ത സൈറ്റ് സെർച്ച് ചെയ്യാനായിട്ട് ഇടയാവരുത്. എനിക്കിതിൻ്റെ സൂത്രങ്ങളൊക്കെ അറിയാം. ഞാൻ ഒരു വേണ്ടാത്ത സൈറ്റും കാണുന്ന മനുഷ്യനല്ല. പക്ഷേ ബ്രൗസ് ചെയ്യുന്ന നമുക്കറിയാം ഏതൊക്കെ ലോകത്തിൻ്റെ ഏതൊക്കെ കോണിൽ വഴി പോകാൻ സാധിക്കുമെന്നുള്ളത്. അതുകൊണ്ട് വല്ലവരും അത് ചെയ്യുന്നുണ്ടെങ്കിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ എന്നതിനേക്കാൾ കൂടുതൽ അവനവനോടും മാതാപിതാക്കളോടും സർവശക്തനോടുമുള്ള ബന്ധത്തെയെങ്കിലും നിലനിർത്തി ഇത്തരത്തിലുള്ള യൗവന നഗരവാതിൽക്കലെ ശത്രുക്കളോട് നിൽക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, യൗവനത്തിലെ പ്രതിബദ്ധതകളിൽ ഒന്നാണ്
സമൂഹ ജീവിതത്തിന്റെ സമൃദ്ധി ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ സമൃദ്ധിയായ ജീവനെ നിഷേധിക്കുന്ന മരണത്തിന്റെ, അന്ധകാരത്തിന്റെ ശക്തികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ പോരാടാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഐഡിയോളജിയുടെ വക്താക്കളായിട്ട്, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഡിയോളജി നിങ്ങൾ സ്വീകരിച്ചു, അത് കമ്മ്യൂണിസമാണെങ്കിലും കൊള്ളാം, ഏതിസമാണെങ്കിലും കൊള്ളാം. എന്നാൽ അതിൽ കൂടുതലായിട്ട് ജീവന്റെ ശത്രുക്കൾ, ജീവനെതിരായിട്ട് നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശത്രുക്കളോടാണ് നമുക്ക് പോരാടുവാനായിട്ടുള്ളത്. ഈ മരണത്തിന്റെ ശത്രുക്കൾ, മരണത്തിന്റെ വക്താക്കൾ, ജീവന്റെ ശത്രുക്കൾ, അവരാണ് ഏറ്റവും കൂടുതൽ സമൂഹ ജീവിതത്തെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പ്രതിബദ്ധതയും ഒന്ന്, സമൃദ്ധിയായ ജീവനെ നിഷേധിക്കുന്ന ഇത്തരം അന്ധകാര ശക്തികളോടോ എതിർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കണം. അതിന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ജുഡീഷ്യൽ ജസ്റ്റിസും വേണ്ടിയിരിക്കുന്നു, സോഷ്യൽ ജസ്റ്റിസും വേണ്ടിയിരിക്കുന്നു, ക്രിസ്ത്യൻ ജസ്റ്റിസും വേണ്ടിയിരിക്കുന്നു. ഇവ ഒന്നായിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവയെ കോർത്തിണക്കിക്കൊണ്ട് അന്ധകാരത്തിന്റെ ശക്തികളോട് പോരാടുവാനായിട്ട് കഴിയും. മൂന്നാമത്തേത്, ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണം മാർത്തോമൻ പൈതൃകത്തിൽ നിന്ന് ഊർജം ആവാഹിച്ചെടുത്തിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. ഓർക്കുക, ആദ്യമായി നമ്മൾ ഭാരതീയർ, രണ്ടാമതാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. ഭാരതീയരാണ് നമ്മൾ. ഈ ദേശത്തോട്, ഈ ദേശത്തിന്റെ സംസ്കൃതിയോട്, ഇതിന്റെ പൈതൃകത്തോട് ബന്ധമുണ്ടായിരിക്കണം എനിക്ക് നിങ്ങൾക്കും. ദേശത്തിന്റെ പൈതൃകത്തോട് ബന്ധമുള്ള ആളുകൾക്ക് മാർത്തോമൻ പൈതൃകത്തെ ആദരിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ നിർമ്മാണം, അതിലുള്ള പങ്കാളിത്തം അത് വളരെ വലുതാണ്. അതും ക്രിസ്തീയ ദൗത്യമായിട്ട്, യൗവന ദൗത്യമായിട്ട് തന്നെ കാണണം. അത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്, അത്ര ഞാൻ പോകുന്നില്ല. എന്നാൽ ഈ രാഷ്ട്ര നിർമ്മാണം ചർച്ച ചെയ്യുന്ന നേരത്ത് മറക്കാതെ ഓർത്തിരിക്കേണ്ട ഒന്നുണ്ട്. ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃതിയുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം അത് ആർഷഭാരതം എന്ന് പറയുന്നതൊന്നും അല്ല, അതൊക്കെ ഉണ്ട്. എന്നാൽ അതിൽ കൂടുതലായിട്ട് ഈ രാഷ്ട്ര സംസ്കൃതിയുടെ സൗന്ദര്യം കുടികൊള്ളുന്നതോ ഇവിടുത്തെ ബഹുലതയിലാണ്. പ്ലൂറാലിറ്റി, കൾച്ചറലി, റിലീജിയസ്ലി, ലിംഗ്വിസ്റ്റിക്കലി പ്ലൂറലിസ്റ്റിക്. അതാണ് ഭാരതം. എല്ലാ നിലകളിലും സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ, മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുലതകൾ ഇവിടെയുണ്ട്. ഈ ബഹുലതകളെ നിരാകരിക്കാതെ ഇവയെ ആവുന്നത്ര കോർത്തിണക്കിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ നിർമ്മിതി സാധ്യമാക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഓർത്തിരിക്കുക. ഭാരതം വളരെയേറെ അനുഗ്രഹീതമായ വാക്കാണ്. ആ പദത്തിന്റെ അർത്ഥം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. ഭാരതം. നമ്മൾ ശബ്ദധാരാവിൽ നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് തിരിച്ചെഴുതിയിരിക്കുന്നത്: ഭാസ് അധികം രഥം. ഭാസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, അല്ലെങ്കിൽ സൂര്യൻ, ഭാസുരൻ. ഭാസ് പ്രകാശമാണ്. രഥം എന്താണ്? രഥം എന്ന് പറഞ്ഞാൽ സന്തോഷം, രതി, അതെല്ലാം അതിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ഭാരതം? പ്രകാശത്തിൽ സന്തോഷിക്കുന്നവർ ആരോ അവര് ഭാരതീയര്. പ്രകാശത്തിൽ സന്തോഷിക്കുന്നവരുടെ നാട് ഏതോ അത് ഭാരതം. ഇതാണ് ഭാരതം. പ്രകാശത്തിൽ സന്തോഷിക്കുന്ന ജനതോതി. അതുകൊണ്ടാണ് യുഗായുഗങ്ങളായിട്ട് ഇവിടുത്തെ പുണ്യമുള്ള പൂർവ സൂര്യകളായ പിതാക്കന്മാര് മന്ത്രിക്കുകയുണ്ടായി: തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ, ഞങ്ങളെ നയിക്കണമേ. കാരണം അവര് ഭാരതത്തെ, പ്രകാശത്തിന്റെ മണ്ണിനെ, ഭാരതത്തെ, ഈ പ്രകാശത്തെ സ്നേഹിച്ച ആളുകളും. എന്നാൽ ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിൽ പ്രകാശത്തേക്കാൾ കൂടുതൽ ഇരുട്ട് മൂടുകയാണെന്ന് പറഞ്ഞാൽ അതും നിരാകരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു വരികയില്ല. അതുകൊണ്ട് ഭാരത സംസ്കൃതിയുടെ സൗന്ദര്യത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള സംഗതി ഈ മണ്ണിന്റെ, ഈ സംസ്കാരത്തിന്റെ ബഹുല സ്വഭാവം കൂടിയാണ്. അതായത് ഇവിടെ ക്രൈസ്തവനുണ്ട്, ഹൈന്ദവനുണ്ട്, ഇസ്ലാമുണ്ട്,
ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, പാഴ്സിയുണ്ട്, യഹൂദനുണ്ട്, മതമില്ലാത്തവനുണ്ട്. ഇതെല്ലാം ഈ മണ്ണിന്റെ, ഈ വലിയ കുസുമത്തിന്റെ സൗന്ദര്യമുള്ള മൃദുലതയുള്ള ഭാഗങ്ങളാണ്. അതോർത്തിരിക്കുക, ഓരോ പുഷ്പത്തിന്റെയും മൃദുലതയുള്ള ഇതളുകളാണ് ഇവ ഓരോന്നും തന്നെ. ഈ പുഷ്പങ്ങളെ ചേർത്തിണക്കിക്കൊണ്ട് വൈവിധ്യതകളാകുന്ന മത, ഭാഷ, സാംസ്കാരിക വൈവിധ്യതകളാകുന്ന പുഷ്പങ്ങൾ കൊണ്ട് നല്ല പുഷ്പഹാരം നെയ്തെടുത്ത് ഭാരതാംബയെ അണിയിക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് മാർത്തോമൻ പൈതൃകത്തിൽ നിന്ന് ഊർജം ആവാഹിച്ചെടുക്കുന്ന യൗവന ശക്തിക്ക് തങ്ങളുടെ കടമ, ഉത്തരവാദിത്വം നിർവഹിക്കുവാനായിട്ട് കഴിയുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. 3 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്നാമത്തേത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോട് ചേർന്ന് നിന്നും അവരോട് ചേർന്ന് അവരുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് പ്രതിബദ്ധത നിലനിർത്തുക. രണ്ടാമത്തേത്, ജീവന്റെ ശത്രുവായിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ട് മാർത്തോമൻ പൈതൃകത്തിന്റെ പ്രതിബദ്ധത, യൗവനം നിലനിർത്തുക. 3, രാഷ്ട്ര നിർമ്മാണം എന്ന വലിയ ഉത്തരവാദിത്തത്തെ മറന്നുപോകാതെ അതിന്റെ ഗൗരവം കണക്കിലെടുത്ത് മാർത്തോമൻ പൈതൃകത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഊർജത്തിലൂടെ ഓരോ മാർത്തോമൻ പൈതൃകത്തിന്റെ അവകാശിയായിരിക്കുന്നു ഓരോ യുവാവും, ഓരോ യുവതിയും യഥാർത്ഥത്തിൽ ഊർജത്തിന്റെ പ്രവാഹങ്ങളായി തീരട്ടെ. അങ്ങനെ ഈ പൈതൃകത്തിന്റെ കൂട്ടവകാശികളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും നമ്മുടെ ദേശത്തോട്, മതത്തോട്, സംസ്കാരത്തോട്, സംസ്കൃതിയോട് നിർവഹിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ അവസരം തന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ഭാരവാഹികൾ, ഇതിൻ്റെ രക്ഷാധികാരിക്കുന്ന ഭീമന്തി തിരുമേനി, എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. അഭിമന്യ തിരുമനസിന്റെ ക്ലാസ് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിൽ അതീവ ഹൃദ്യമായിരുന്നു. മാർത്തോമൻ പൈതൃകവും സാമൂഹിക പ്രതിബദ്ധതയും, അതിൽ യുവജനങ്ങൾ എങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയോടെ നിലനിൽക്കണം, പൈതൃകത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് യുവശക്തിക്ക്, യുവജനങ്ങൾക്ക് കഴിയണം. മരണ സംസ്കാരത്തിൽ നമ്മുടെ കാലഘട്ടം തന്നെ ഒരു മരണ സംസ്കാരത്തിലേക്ക് പോവുകയാണ്. ഈ മരണ സംസ്കാരത്തിൽ സമൃദ്ധിയായ ജീവൻ ലഭിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ സമൃദ്ധിയായ ജീവനെ നഷ്ടപ്പെടുത്തുന്ന ഇടങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ തിന്മകൾക്കെതിരെ, അന്ധകാരങ്ങൾക്കെതിരെ പോരാടുവാൻ യുവശക്തി ഉണരണം. അതോടൊപ്പം തന്നെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ചാലക ശക്തിയായി മാറുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുവജനതയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തിരുമേനിയുടെ വാക്കുകളിൽ ആ പ്രതിധ്വനി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വന്ന് പതിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം നഗരവാദികളെ, ശത്രുക്കളെ എങ്ങനെ യുവജനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയും, അവയോട് എങ്ങനെ എതിർത്ത് നിൽക്കുവാൻ കഴിയും, ക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുവാൻ, ആ പൈതൃകത്തിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുവാൻ യുവജനതയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചും കൊണ്ടാണ് അഭിമന്യ തിരുമേനി ഇവിടെ ക്ലാസ് വളരെ കൃത്യമായി അവതരിപ്പിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അഭിമന്യ തിരുമനസിനോട് ചോദിക്കാനുള്ള അവസരമാണിത്.